സോ അടുത്ത തിയറം നമുക്ക് നോക്കാം, ബോറൽ കാൻഡിലെ ലെമ്മ. സോ തിയറം പറയുന്ന ഇതാണ്, ലെറ്റ് എക്സ് എം യു ബി എ മെഷർ സ്പേസ്. അതായത് എക്സ് എന്ന് പറയുന്ന സെറ്റും എം എന്ന് പറയുന്ന മെഷറബിൾ സെറ്റിൻ്റെ ഒരു കളക്ഷനും യു എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനും അങ്ങനെ ഒരു മെഷർ സ്പേസിനെ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ഇ കെ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റ്സിൻ്റെ ഒരു കളക്ഷനാണ്. അതായത് കെ ഈക്വൽ ടു 1 to infinity ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മെഷറബിൾ സെറ്റിൻ്റെ ഒരു കളക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. സച്ച് ദാറ്റ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity മ്യൂ ഓഫ് ഇ കെ ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് ഈ എല്ലാ സെറ്റിൻ്റെയും മെഷറിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അതൊരു കൺവേർജൻറ്റ് സീരീസ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ഓൾമോസ്റ്റ് ഓൾ എക്സ് ബിലോങ് ടു അറ്റ്മോസ്റ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഈ കേസ്. അതായത് ഈ എക്സ് എന്ന് പറയുന്ന നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റിനകത്തെ എലമെൻസുകൾ, ഓൾമോസ്റ്റ് എല്ലാ എലമെൻസുകളും തന്നെ ഇ കെ എന്ന് പറയുന്നത് 1 to infinity എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇ കേസിനകത്താണ് എക്സിലെ ഓൾമോസ്റ്റ് എല്ലാ എലമെൻസും കിടക്കുന്നതെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുന്നിലായിട്ട് കൗണ്ടബിൾ മൊണോട്ടോണിസിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പം ഇ കെ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പറയുന്ന ഇ കെ എന്ന് പറയുന്നതെല്ലാം തന്നെ നമുക്ക് ഡിസ്ജോയിൻ്റ് കളക്ഷനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സപ്പോസ് നമ്മുടെ E1 എന്ന് വിചാരിക്കുക, അടുത്തത് ഇൻ്റർസെക്ഷൻ ഉണ്ടായിരിക്കാം, അടുത്തതാണ് നമ്മുടെ E2, അടുത്തതാണ് നമ്മുടെ E3. ഇങ്ങനെ കുറേ സെറ്റുകളാണ് നമ്മളുടെ തന്നിരിക്കുന്ന മെഷറബിൾ സെറ്റുകൾ. അപ്പം സപ്പോസ് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. യൂണിയൻ്റെ മെഷർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കൗണ്ടബിൾ മൊണോട്ടോണിസിറ്റി വെച്ചിട്ട് ഇപ്പം മെഷർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് അതായത് സമ്മേഷൻ ഓഫ് മെഷർ ഓഫ് ഇ കേസ്. അതായത് ഇ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ കവർ ചെയ്യുന്നതാണ് ഇ കേസ് ഉപയോഗിച്ചിട്ടെങ്കിൽ മെഷർ ഓഫ് ഇ എന്ന് പറയുന്നത് ഇ കേസിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർ എടുത്തിട്ട് നമ്മൾ സം ചെയ്യുന്നതിനേക്കാളും ചെറുതായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ആയിട്ട്. അപ്പം ഇവിടെ നമ്മൾ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് സപ്പോസ് ഞാനിപ്പം ഈ ഒരു ഇ കെകളുടെ എല്ലാത്തിൻ്റെ യൂണിയൻ ഞാൻ എടുക്കുന്നു. അതായത് ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to infinity ഇ കെ എല്ലാത്തിൻ്റെ യൂണിയൻ എടുത്തു. എന്നിട്ട് ഇതിൻ്റെ മെഷർ എനിക്ക് കാണണം. അതായത് ഈ മൊത്തത്തിലുള്ള എല്ലാ ഇ കെകൾ, ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന കുറേ സെറ്റുകൾ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള യൂണിയൻ എനിക്ക് എടുക്കണം. അതെന്ന് പറയുന്നത് ഇതിൽ ഓരോ മെഷറിൻ്റെയും യൂണിയൻ എടുത്തിട്ട് സം ചെയ്യുന്നതിനേക്കാളും ചെറുതായിരിക്കും. സോ നമ്മൾ കൗണ്ടബിൾ മൊണോട്ടോണിസിറ്റി വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു 1 to infinity മ്യൂ ഓഫ് ഇ കെ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാനിപ്പം യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to infinity ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കളക്ഷനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സപ്പോസ് ഞാൻ എടുത്ത യൂണിയൻ കെ ഈക്വൽ ടു 2 to infinity ഇ കെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്? അതായത് ഈ E1നെ ഞാനിങ്ങോട്ട് മാറ്റി നിർത്തി E2 തൊട്ടുള്ള ബാക്കി എല്ലാവരുടെ യൂണിയനെയാണ് ഞാനവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ സെറ്റിൻ്റെ സൂപ്പർ സെറ്റ്. അടുത്തത് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 3 to infinity ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരുടെയും യൂണിയനാണ്. സോ ദിസ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ദിസ് അങ്ങനെ എക്സെട്ര. ഞാനിപ്പോൾ യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു n to infinity ഇ കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇതാണ് ഏറ്റവും വലിയ സെറ്റ്, അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ഈ സെറ്റ്, അതിൻ്റെ താഴെയുള്ളതാണ് ഈ സെറ്റ്. അങ്ങനെയായിട്ട് നമുക്കൊരു ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് സെറ്റിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തൊട്ട് മുന്നിലായിട്ട് നമ്മളൊരു പ്രപ്പോസിഷണൽ കണ്ടിന്യൂറ്റി ഓഫ് മെഷർ എന്ന് പറയുന്ന പ്രപ്പോസിഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് മെഷറബിൾ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മ്യൂ ഓഫ് അതിൻ്റെ ഇൻറ്റർസെക്ഷൻ, അതായത് മെഷർ ഓഫ് അതിൻ്റെ ഇൻറ്റർസെക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ഈച്ച് സെറ്റ് അങ്ങനെയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുവാണേ. അതായത് ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു n to infinity ഇ കെ എന്ന് പറയുന്നത് ഒരു ഡിസെൻഡിങ് സീക്വൻസ് ഓഫ് സെറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അതായത് നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച ആ ഒരു ലെമ്മ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് മ്യൂ ഓഫ് ഇതിൻ്റെ ഇൻറ്റർസെക്ഷൻ, ദാറ്റ് ഈസ് ഇൻറ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity യൂണിയൻ ഓഫ് ഇതാണ് നമ്മുടെ സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർസെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് കെ ഈക്വൽ ടു n to infinity ഇ കെ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ആ പ്രപ്പോസിഷൻ വെച്ചിട്ട് ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മ്യൂ ഓഫ് ഇതിൻ്റെ ലിമിറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ്. ദാറ്റ് ഈസ് യൂണിയൻ കെ ഈക്വൽ ടു n to infinity ഇ കെ. ഇനി നമുക്കറിയാം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മ്യൂ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഈക്വൽ ടു 1 to infinity മ്യൂ ഓഫ് ഇ കെ. അത് ഞാൻ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി
ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് കെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി മ്യൂ ഓഫ് ഇ കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ മ്യൂ ഓഫ് ഇ കെ എന്ന് പറയുന്ന സീരീസ് കൺവേർജൻ സീരീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവേർജൻ സീരീസ് ആണെങ്കിൽ അതിൻ്റെ ടെയിൽ എന്ന് പറയുന്നത് സീറോയിലേക്കായിരിക്കും പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഈ ടേം എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിൻ്റെ ആ ഒരു ടെയിൽ എൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സപ്പോസ് ഇപ്പോൾ കെ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ മ്യൂ ഓഫ് E1 പ്ലസ് മ്യൂ ഓഫ് E2 പ്ലസ് എക്സെട്ര മൊത്തത്തിലുള്ള സീരീസ് നമുക്ക് കിട്ടും. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഇതിൻ്റെ ഈ സീരീസിൻ്റെ ടെയിലെൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺവേർജൻ സീരീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെയിലെൻഡ് എന്ന് പറയുന്നത് സീറോയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിപ്പം എന്താണ് കിട്ടിയിരിക്കുന്നത്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദറ്റ് ഈസ് ഇൻറ്റർസെക്ഷൻ ഓഫ്, അതായത് ഇൻറ്റർസെക്ഷൻ ഓഫ് എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി യൂണിയൻ കെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി ഇ കെയുടെ മെഷർ 0 ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അതായത് കെ ഈക്വൽ ടു എൻ ടു ഇൻഫിനിറ്റി ഇ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇ എൻ പ്ലസ് 1 EN+2 അവിടെ തൊട്ട് അങ്ങോട്ടേക്കുള്ള എല്ലാ സെറ്റുകളുടെയും യൂണിയനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി അവിടെ ഞാനിപ്പം ഇൻറ്റർസെക്ഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് അവിടെ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻറ്റർസെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ n ഈക്വൽ ടു 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E1ൻ്റെയും E2ൻ്റെയും എക്സെട്ര മൊത്തത്തിലുള്ള സെറ്റിൻ്റെ അതായത് E1ൻ്റെയും E2ൻ്റെയും E3യുടെയും എല്ലാത്തിൻ്റെയും യൂണിയൻ്റെ ഇൻറ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിൻ്റെ അകത്തും കിടക്കുന്ന എലമെൻറ്റ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത് ഇൻറ്റർസെക്ഷൻ n ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ E2 തൊട്ട് ബാക്കി അങ്ങോട്ടുള്ള എല്ലാ സെറ്റിനകത്തെയും ഇൻറ്റർസെക്ഷനിൽ ആരെങ്കിലും കിടപ്പുണ്ടോ, അതായത് ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിനകത്ത് ഇൻറ്റർസെക്ഷനിൽ ആരെങ്കിലും കിടപ്പുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ മെഷർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ആ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിൻ്റെ അകത്ത് ഇൻറ്റർസെക്ഷനകത്ത് കിടക്കുന്ന എലമെൻസിൻ്റെ മെഷർ 0 ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സിനകത്തെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിൻ്റെ അകത്തും കിടപ്പില്ല, അവർ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ കെകളെന്ന് പറയുന്ന ഈ ഒരു ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ അകത്ത് ഇപ്പം കുറേ നമ്മുടെ എക്സിനകത്തെ എലമെൻസുകളൊക്കെ ഇതിനകത്താണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റിൻ്റെ ആ ഒരു ഇൻറ്റർസെക്ഷനകത്താണ് നമ്മുടെ എല്ലാ ആൾക്കാരും കിടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മെഷർ അവിടെ 0 ആകത്തില്ല അല്ലേ? അപ്പോൾ മെഷർ അവിടെ 0 ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ E1 E2 ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻറ്റർസെക്ഷനകത്ത് പ്രത്യേകിച്ച് ആരുമില്ല. ഓക്കെ, അതേപോലെ തന്നെ E2 E3 എക്സെട്ര പിന്നെ ഇൻഫൈനൈറ്റ് വരെയുള്ള അതിൻ്റെ ആ ഒരു ഇൻറ്റർസെക്ഷൻ്റെ അകത്തും പ്രത്യേകിച്ച് ആരുമില്ല. മെഷർ 0 ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമേ അവിടെയും കിടപ്പുള്ളൂ. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അപ്പോൾ എവിടെയായിട്ടാണ് കിടക്കുന്നത്? ഫൈനൈറ്റ് നമ്പർ ഓഫ് കേസിൻ്റെ അകത്തായിട്ടായിരിക്കും കിടക്കുന്നത്. സോ അടുത്തത് നമുക്കൊരു ഡെഫിനിഷനാണ്. സോ കൺസിഡർ എക്സം മ്യൂ എന്ന് പറയുന്ന ഒരു മെഷർ സ്പേസിനെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന മെഷർ സ്പേസിനകത്ത് മ്യൂ എന്ന് പറയുന്ന മെഷറിന് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദറ്റ് ഈസ് മ്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫൈനിറ്റി ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് മ്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന സെറ്റിലെ മെഷർ എന്ന് പറയുന്നത് എല്ലാം ഫൈനൈറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ മെഷർ സ്പേസ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് ക്ലോസ് ലെവൽ 0 ഇൻഫിനിറ്റിയിലേക്ക് വരെ പോകാമായിരുന്നു. അതായത് ഇതിൻ്റെ മെഷർ ഇൻഫിനിറ്റി വരെ പോകാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്ന കേസിൽ എക്സിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ്. ഓക്കെ, ഇനി ഈ മെഷറിനെ നമ്മൾ ഈ മെഷറിനെ നമുക്ക് സിഗ്മ ഫൈനൈറ്റ് എന്ന് വിളിക്കണമെങ്കിൽ എക്സിനെ നമുക്ക് യൂണിയൻ ഓഫ് എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് കുറേ മെഷറബിൾ സെറ്റുകളുണ്ട് ആ കെകളുടെ എല്ലാത്തിൻ്റെയും മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റും ആയിരിക്കണം. ഇനി എക്സിനെ നമുക്ക് ഇതിൻ്റെയൊക്കെ യൂണിയനായിട്ട് എഴുതാനായിട്ടും പറ്റണം. യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കൗണ്ടബിൾ കളക്ഷനാണ്. അപ്പോൾ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ മെഷറിനെ സിഗ്മ ഫൈനൈറ്റ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമുക്ക് എക്സം യു എന്ന് പറയുന്നത് മെഷർ സ്പേസ് തന്നിട്ടുണ്ട്. അതിലെ മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് മെഷറാണ്. ഇനി ഇതിനകത്ത് ഈ മെഷർ എന്ന് പറയുന്നത് സിഗ്മ ഫൈനൈറ്റ് എന്ന് നമുക്ക് വിളിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനെ ഇതിനകത്തെ മെഷറബിൾ സെറ്റിൻ്റെ കൗണ്ടബിൾ യൂണിയനായിട്ട് എടുക്കണം. പിന്നെ ആ തന്നിരിക്കുന്ന മെഷറബിൾ സെറ്റിൻ്റെ മെഷറെല്ലാം തന്നെ ഫൈനൈറ്റും ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു മെഷറബിൾ സെറ്റ്, സപ്പോസ് നമ്മുടെ എം എന്ന് പറയുന്ന കളക്ഷൻ്റെ അകത്തെ ഒരു മെഷറബിൾ സെറ്റാണ് സപ്പോസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈനെ നമുക്ക് ഫൈനൈറ്റ് മെഷർ എന്ന് പറയണമെങ്കിൽ
ഈ ഇയുടെ മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം. സോ സിമ്പിൾ, അതായത് ഇതിൻ്റെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇനെ നമ്മൾ ഫൈനൈറ്റ് മെഷർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ തന്നെ നമുക്ക് സിഗ്മ ഫൈനൈറ്റ് എന്ന് പറയണമെങ്കിൽ ഇ എന്ന് പറയുന്നതിനെ നമുക്ക് കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന ഈ സെറ്റിനെ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റിൻ്റെ യൂണിയൻ ആക്കി എഴുതണം, സച്ച് ദാറ്റ് ഈ കളക്ഷൻ്റെ മെഷർ എല്ലാം തന്നെ ഫൈനൈറ്റും ആയിരിക്കണം. അടുത്ത മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത്, സപ്പോസ് എക്സം മ്യൂ എന്ന് പറയുന്ന ഒരു മെഷർ സ്പേസിനെ നമുക്ക് ഒരു കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ എം എന്ന് പറയുന്ന ആ ഒരു കളക്ഷൻ 0 മെഷറായിട്ടുള്ള എല്ലാ സബ്സെറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് മെഷർ സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഈ മൊത്തത്തിലുള്ള മെഷർ സ്പേസിനെ കംപ്ലീറ്റ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഈ എം എന്ന് പറയുന്ന കളക്ഷൻ്റെ അകത്ത് 0 മെഷറുള്ള എല്ലാ ആൾക്കാരും കണ്ടെയ്ൻ ചെയ്തിരിക്കണം. സോ അടുത്ത് നമ്മൾ സൈൻഡ് മെഷേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സോ സൈൻഡ് മെഷേഴ്സ് എന്താണെന്ന് നോക്കാം. നൗ കൺസിഡർ എ മെഷറബിൾ സ്പേസ് XM. സോ എക്സ് എന്ന് പറയുന്ന സെറ്റും അതിൻ്റെ സിഗ്മ ആൾജിബ്ര നമ്മൾ കൺസിഡർ ചെയ്യാം. ഇനി അതിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഒരു മെഷർ സ്പേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്ന ഫംഗ്ഷൻ മ്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. അത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റിയിലേക്കായിരുന്നു അത് ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു സൈൻഡ് മെഷർ ന്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എം എന്ന് പറയുന്ന ഈ സെറ്റിനകത്തെ ഓരോ എലമെൻറ്റിനെ നമുക്ക് ഇൻഫിനിറ്റിയിലേക്കാണ് ഞാൻ മാപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പോസിറ്റീവ് റിയൽ വാല്യൂസിലേക്ക് മാത്രമായിരുന്നു നമ്മൾ മെഷർ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെഷർ എന്ന് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് സെറ്റിലേക്കാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് എം എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സച്ച് ദാറ്റ് ഇതിനൊരു 3 പ്രോപ്പർട്ടീസും കൂടിയുണ്ട്. സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, അതായത് സപ്പോസ് എം എന്ന് പറയുന്ന സെറ്റിനകത്ത് എയ്തർ അത് ഏതെങ്കിലും എം എന്ന് പറയുന്ന സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു സെറ്റ്, അല്ലെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്കോ അല്ലെങ്കിൽ -ഇൻഫിനിറ്റിയിലേക്കോ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് മാത്രമേ അത് അത് മാപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം എം എന്ന് പറയുന്ന സെറ്റിനകത്തെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ എലമെൻറ്റ്സിനകത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഇൻഫിനിറ്റിയോ അല്ലെങ്കിൽ -ഇൻഫിനിറ്റിയിലേക്കോ മാത്രമേ മാപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇറ്റ് അസ്യൂംസ് അറ്റ്മോസ്റ്റ് വൺ ഓഫ് ദി വാല്യൂസ് -ഇൻഫിനിറ്റി ഓർ +ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം അതായത് ഇപ്പം ന്യൂവിനകത്തെ കുറച്ച് സെറ്റുകളുണ്ടെങ്കിൽ ആ സെറ്റുകളുടെ മെഷർ ഒന്നെങ്കിൽ അത് ഫൈനൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകാം, ചിലപ്പോൾ അത് -ഇൻഫിനിറ്റിയിലേക്ക് പോകാം. പക്ഷേ ഇൻഫിനിറ്റി -ഇൻഫിനിറ്റിയിലേക്കും ഒരുമിച്ച് ഈ ഒരു സെറ്റിനകത്തെ അതായത് ഈ ഒരു സെറ്റ് പോയിട്ട് മാപ്പ് ചെയ്യത്തില്ല. ഇൻഫിനിറ്റി -ഇൻഫിനിറ്റിയും ഒരുമിച്ച് അസ്യൂം ചെയ്യത്തില്ല. ഒന്നെങ്കിൽ ഇൻഫിനിറ്റി അല്ലെങ്കിൽ -ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത ഫൈനൈറ്റ് മെഷേഴ്സ് ആയിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഇനി അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫൈ എന്ന് പറയുന്ന നൾ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0യിലേക്കാണ്. മൂന്നാമത്തേത് സപ്പോസ് ഈ കെ എന്ന് പറയുന്ന 1 where k = 1 to ∞. ഇങ്ങനെ ഒരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റിനെ നമ്മൾ എടുക്കുക. ഇത് ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ, അതായത് മ്യൂ ഓഫ് യൂണിയൻ k = 1 to ∞ ഇ കെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇ കെകളെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർസെക്ഷൻസ് എല്ലാം തന്നെ ഫൈ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിയൻ എടുത്തിട്ട് ഞാൻ മെഷർ എടുക്കുന്നതും ഇതിൻ്റെ ഓരോന്നിൻ്റെയും മെഷർ എടുത്തിട്ട് സം ചെയ്തതും സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് സമ്മേഷൻ k = 1 to ∞ ന്യൂ ഓഫ് ഇ കെ എന്ന് പറയുന്നതിനോട് തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊരു സീരീസ് ആണെന്ന് നമുക്കറിയാം. അതായത് സമ്മേഷൻ k = 1 to ∞ ന്യൂ ഓഫ് ഇ കെ എന്നുള്ളതൊരു സീരീസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ന്യൂ ഓഫ് യൂണിയൻ k = 1 to ∞ ഇ കെ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഫൈനൈറ്റ് ആണെങ്കിൽ ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. സപ്പോസ് അടുത്ത ഡെഫിനിഷനാണ്.
സപ്പോസ് നമ്മൾ എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസിനെ എടുക്കുന്നു, ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷറിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, നമ്മളിപ്പോൾ സൈൻഡ് മെഷേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് ഒരു സബ്സെറ്റിനെ ഞാൻ എടുക്കുകയാണ്, എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റ്. ഇനി ഈ എയ്ക്കകത്തെ അത് എ എന്ന് പറയുന്ന ഒരു മെഷറബിൾ സെറ്റാണ്. പിന്നെ എയ്ക്കകത്ത് ഉള്ള മെഷറബിൾ സെറ്റ്, എയ്ക്കകത്ത് ഇതിൻ്റെ സബ്സെറ്റായിട്ടുള്ള മെഷറബിൾ സെറ്റ് ഇ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇയും എയ്ക്കകത്തുള്ള അതിൻ്റെ സബ്സെറ്റുകൾ ഇതിൻ്റെയൊക്കെ മെഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് മെഷർ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വേർ ഇ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് എ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് മെഷറബിളും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിനെ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു മ്യൂ എന്ന് പറയാനായിട്ട് പറ്റും. സോ നമ്മൾ ആദ്യം ഒരു മെഷറബിൾ ഒരു സൈൻഡ് മെഷറിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മുടെ സെറ്റിനകത്തെ ഒരു സബ്സെറ്റിനെ, എ എന്ന് പറയുന്ന ഒരു സബ്സെറ്റിനെ നമ്മൾ എടുക്കുന്നു. ആ എ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. അതുപോലെ തന്നെ എയുടെ സബ്സെറ്റായിട്ടുള്ള എല്ലാ മെഷറബിൾ സെറ്റുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ന്യൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത്, ഇപ്പോൾ ബി എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. അതേപോലെ തന്നെ ബിയുടെ സബ്സെറ്റുകളിലെ ബിക്ക് കുറേ സബ്സെറ്റുകളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സബ്സെറ്റുകളെ സപ്പോസ് അവിടെ ഞാൻ ഇ എന്ന് പറയുന്ന ലെറ്റർ തന്നെ ഉപയോഗിക്കുന്നത്. സോ ഇ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റുകളാണ്, സച്ച് ദാറ്റ് ഇ എന്ന് പറയുന്നതും മെഷറബിളാണ്. അതേപോലെ തന്നെ ഈ എല്ലാ ഇയുടെയും മെഷർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഈ ബിയിനെ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ന്യൂ എന്ന് പറയും. ഓക്കെ, സോ ബി എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ എടുക്കുന്നു. ബി മെഷറബിളാണ്. ബിയുടെ സബ്സെറ്റുകൾ മെഷറബിളായിട്ടുള്ള എല്ലാ സബ്സെറ്റുകളെയും എടുക്കുന്നു. ആ എല്ലാ സബ്സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ബിയെ നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ന്യൂ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ സപ്പോസ് സി എന്ന് പറയുന്ന അടുത്ത ഒരു മെഷറബിൾ സെറ്റിനെ ഞാൻ കൺസിഡർ ചെയ്യണം. എക്സിൻ്റെ ഒരു സബ്സെറ്റായിട്ടുള്ള ഒരു മെഷറബിൾ സെറ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി സപ്പോസ് ഈ സിയുടെ എല്ലാ സബ്സെറ്റുകൾ, സിയുടെ എല്ലാ മെഷറബിളായിട്ടുള്ള സബ്സെറ്റുകളും, അപ്പം അവിടെ ഞാനിപ്പോൾ ഇ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇ എന്ന് പറയുന്നത് സിയുടെ സബ്സെറ്റാണ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് മെഷറബിളുമാണ്. അതേപോലെ തന്നെ ന്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സിയെ നമ്മൾ നൾ സെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, നൾ വിത്ത് റെസ്പെക്ട് ടു ന്യൂ എന്ന് വിളിക്കും. നൾ വിത്ത് റെസ്പെക്ട് ടു ന്യൂ. സോ ഒരു സി എന്ന് പറയുന്ന എക്സിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ എടുക്കുന്നു. സി മെഷറബിളാണ്. സിയുടെ മെഷറബിളായിട്ടുള്ള സബ്സെറ്റുകളെ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ മെഷർ 0 ആണെങ്കിൽ സീനെ നമ്മൾ നൾ വിത്ത് റെസ്പെക്ട് ന്യൂ എന്ന് വിളിക്കും. അപ്പം ഈ ഒരു നൾ സെറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അടുത്ത് നമ്മൾ പറയുന്നത് നൾ സെറ്റും മെഷർ 0 ആയിട്ടുള്ള ഒരു സെറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. സോ ഒരു നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നിലേ പറഞ്ഞു, അതിൻ്റെ അകത്തെ മെഷറബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ മെഷർ 0 ആയിട്ടുള്ളൊരു സബ്സെറ്റ്, അതായത് സപ്പോസ് ഇപ്പം ഇതാണിപ്പോൾ എൻ്റെ എക്സ് എന്ന് പറയുന്നൊരു സെറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സപ്പോസ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള E1-ൻ്റെയും E2-ൻ്റെയും യൂണിയനാണ് എക്സ് എന്ന് വിചാരിക്കാം. പക്ഷേ മെഷർ ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വാല്യൂ, മെഷർ ഓഫ് E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ പോസിറ്റീവ് വാല്യൂ ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി സെയിം ആണ്, പക്ഷേ ഇവരുടെ സൈൻസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തത്തിലുള്ള എക്സിൻ്റെ മെഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷർ ഓഫ് E1 പ്ലസ് മെഷർ ഓഫ് E2 ആയിരിക്കും. അപ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവും കൂടെ വന്നിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കവിടെ 0 എന്ന് വരും. ഓക്കെ, അപ്പം മെഷർ 0 ആയിട്ടുള്ളൊരു സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റുകളുടെ മെഷർ 0 ആകണമെന്നില്ല. പക്ഷേ ഒരു നൾ സെറ്റിനകത്ത് അതിൻ്റെ മെഷറെല്ലാം, അതിൻ്റെ സബ്സെറ്റിൻ്റെ മെഷറെല്ലാം തന്നെ 0 ആയിരിക്കും. പക്ഷേ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും വന്നിട്ട് ടോട്ടൽ മെഷർ ഈക്വൽ ടു 0 ആകുന്നതായിരിക്കും നമ്മുടെ മെഷർ 0 ആയിട്ടുള്ള സെറ്റുകൾ. സോ അടുത്തൊരു ലെമ്മ നോക്കാം. ലെറ്റ് ന്യൂ ബി എ സൈൻഡ് മെഷർ ഓൺ എക്സം. എക്സം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് നമ്മൾ എടുക്കുന്നു. അവിടുത്തെ ന്യൂ എന്ന് പറയുന്നത് ഒരു സൈൻഡ് മെഷറാണ്. ഈ മെഷറബിൾ സെറ്റിനകത്ത് എം എന്ന് പറയുന്ന സിഗ്മ ആൾജിബ്രയ്ക്കകത്ത് നിന്ന് നമ്മൾ രണ്ട് മെഷറബിൾ സെറ്റിനെ എടുക്കുന്നു. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മെഷറബിൾ സെറ്റ്. അതിനകത്ത് ബിയുടെ മെഷർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബിയുടെ മെഷർ ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കിടക്കുന്നയാളാണ് എ. അങ്ങനെയാണെങ്കിൽ എയുടെ മെഷറും ഫൈനൈറ്റ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. സോ അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം എ യൂണിയൻ ബി മൈനസ് എനെയാണല്ലോ നമ്മൾ ബി എന്ന് വിളിക്കുന്നത്. അതായത് ബി മൈനസ് എ ഇവരുടെ ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബി മൈനസ് എ, ഓക്കെ, അപ്പം
ഇവിടെ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ബി, ഇതാണ് നമ്മളുടെ എ. സോ ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയും പോർഷനായിരിക്കും എ മൈനസ് ചെയ്തിട്ടുള്ള പോർഷൻ. അതേ യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ബി തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഇത് നമുക്കൊരു ഡിസ്ജോയിൻറ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റുകളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർ എടുത്തു കഴിഞ്ഞാൽ ന്യൂ ഓഫ് എ യൂണിയൻ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയൻ്റെ ന്യൂ എടുത്തു കഴിഞ്ഞാൽ, അതായത് മെഷർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷർ കണ്ടുപിടിച്ചിട്ട് സം ചെയ്താൽ മതി. ദാറ്റ് ഈസ് ന്യൂ ഓഫ് എ പ്ലസ് ന്യൂ ഓഫ് ബി മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ത് തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ഓഫ് ബി തന്നെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ ഓഫ് ബി എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് ആണ് ന്യൂ ഓഫ് എ പ്ലസ് ന്യൂ ഓഫ് ബി മൈനസ് എ. സോ റൈറ്റ് സൈഡിലുള്ള ഇത് ഫൈനൈറ്റ് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഫൈനൈറ്റ് ആയേ പറ്റുള്ളൂ, വിച്ച് മീൻസ് ന്യൂ ഓഫ് എയും ഫൈനൈറ്റ് ആണ്, ന്യൂ ഓഫ് ബി മൈനസ് എയും ഫൈനൈറ്റ് ആണ്. സോ ന്യൂ ഓഫ് എ ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, മോഡുലസ് ഓഫ് ന്യൂ ഓഫ് എ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അടുത്തൊരു ഡെഫിനേഷനാണ്. സോ സപ്പോസ് നമ്മൾ എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസിനെ കൺസിഡർ ചെയ്യുന്നു. ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷറാണ് ഇതിനുള്ളത്. അപ്പം എക്സ് എം എന്ന് പറയുന്ന മെഷറബിൾ സ്പേസും ന്യൂ എന്ന് പറയുന്ന സൈൻഡ് മെഷറും. നോ എക്സിനെ നമുക്ക് എ യൂണിയൻ ബി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. വേറെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണെന്ന് തന്നിട്ടുണ്ട്. പോസിറ്റീവ് സെറ്റ് എന്താണെന്ന് തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണെന്ന് തന്നിട്ടുണ്ട്. ഓൾസോ അനദർ കണ്ടീഷൻ എ ഇൻറ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 5 ആണ്. അതായത് ഇവർ രണ്ടുപേരും ഡിസ്ജോയിൻ്റ് ആണ്. സോ എക്സിനെ നമുക്ക് പോസിറ്റീവ് സെറ്റും നെഗറ്റീവ് സെറ്റുമായിട്ടുള്ള രണ്ട് ഡിസ്ജോയിൻ്റ് സെറ്റുകളുടെ യൂണിയനാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു പെയർ ഉണ്ടല്ലോ എ ബി എന്ന് പറയുന്ന പെയറിനെയാണ് നമ്മൾ ഹാൻ ഡീകമ്പോസിഷൻ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. HAHN ഹാൻ ഡീകമ്പോസിഷൻ ഓഫ് എക്സ്. അതായത് എക്സിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് തിരിച്ചെഴുതാനായിട്ട് പറ്റും. എയും ബിയുമായിട്ട് ഡീകമ്പോസ് ചെയ്യാനായിട്ട് പറ്റും. വേറെ എ പോസിറ്റീവാണ് ബി നെഗറ്റീവാണ്, ഇൻറ്റർസെക്ഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഇതിനാണ് ഹാൻ ഡീകമ്പോസിഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത ലെമ്മ നോക്കാം. അതായത് നമ്മൾ എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് കൺസിഡർ ചെയ്യുക, ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷർ കൺസിഡർ ചെയ്യാം. എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്ത് രണ്ട് ഹാൻ ഡീകമ്പോസിഷൻസ് ഉണ്ട്. അതിൽ ഹാൻഡ് ഡീകമ്പോസിഷൻസ് യുണീക്കാണോ നിർബന്ധമില്ല. സോ രണ്ട് ഹാൻഡ് ഡീകമ്പോസിഷൻസ് ഇവിടെയുണ്ട്. എ ബി എന്ന് പറയുന്ന ഒന്നും എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന മറ്റൊന്നും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എയ്ക്കും എ ഡാഷിനും ഇടയിലായിട്ട്, അതായത് ഇവരുടെ രണ്ട് പേരുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നൾ സെറ്റായിരിക്കും. അതുപോലെ തന്നെ ബിയും ബി ഡാഷും തമ്മിലുള്ള ഡിഫറൻസും ഒരു നൾ സെറ്റായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് ഞാൻ എ എന്ന് പറയുന്ന സെറ്റും അതുപോലെ തന്നെ ബി ഡാഷ് എന്ന് പറയുന്ന സെറ്റിൻ്റെയും ഇൻറ്റർസെക്ഷൻ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യണം. സോ എയും ബി ഡാഷും. അപ്പം നമുക്കറിയാം എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ബി ഡാഷിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ എ എന്ന് പറയുന്നത് നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ഡീകമ്പോസിഷനാണ്. അവിടെ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണ്, ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണ്. ഈ ഹാൻഡ് ഡീകമ്പോസിഷനകത്ത് എ ഡാഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെറ്റാണ്, ബി ഡാഷ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണ്. അപ്പോൾ ഇവിടെ എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ന്യൂ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു നെഗറ്റീവ് സെറ്റാണ്. സോ അതിൻ്റെ സബ്സെറ്റിൻ്റെ മെഷറുകളെല്ലാം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ന്യൂ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഈ രണ്ടെണ്ണത്തിനകത്ത് നമുക്കിപ്പോൾ ന്യൂ ഓഫ് എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിട്ട് കിട്ടി. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എ ഇൻറ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു നൾ സെറ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. ഇനി നമുക്കറിയാം, അതായത് നിങ്ങൾ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഇതാണ് നമ്മളുടെ എ എന്ന് പറയുന്ന സെറ്റ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ എ ഡാഷ് എന്ന് പറയുന്ന സെറ്റായിട്ട് ഇപ്പം സപ്പോസ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ എ ഡാഷ് എന്ന് പറയുന്ന സെറ്റെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എ ഡാഷിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടുന്നത് ഇത്രയും പോർഷനായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ എ മൈനസ് എ ഡാഷ്. അപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ യൂണിവേഴ്സലായിട്ടുള്ള സെറ്റ് എക്സിനെ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണിപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ള എക്സ്. അതിനകത്ത് എയും എ ഡാഷും എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എ ഡാഷിനെ ഞാനിങ്ങനെ മാറ്റിക്കഴിഞ്ഞത് ഇത്രയുള്ള പോർഷനായിരിക്കും എ മൈനസ് എ ഡാഷ്. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും പോർഷൻ എനിക്ക് കിട്ടാനായിട്ടുള്ള വേറൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻറ്റർസെക്ഷൻ എ ഡാഷ് കോംപ്ലിമെൻറ്റ് ഇത് തന്നെയല്ലേ നോക്കിക്കും. അതായത് എ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ്, അത് ഇൻറ്റർസെക്ഷൻ എ ഡാഷിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും, ഇത്രയും പോർഷനും തന്നെ വരും. ഓക്കെ, സോ
ഈ എ ഡാഷ് ഒഴിച്ചിട്ടുള്ള ഇത്രയും ആൾക്കാരെ ഇൻ്റർസെക്ഷൻ എ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എ മൈനസ് എ ഡാഷ് എന്ന് പറഞ്ഞ് ഇത്രയും പോർഷൻ തന്നെയാണല്ലോ വരുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ എ ഡാഷിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നതും ഈ രണ്ടും സെയിം വാല്യൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സെയിം സെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞു എ ഡാഷും ബി ഡാഷും എന്ന് പറയുന്നത് ഹാൻഡ് ഡീകമ്പോസിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് ഡീകമ്പോസിഷൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഈക്വൽ ടു 5 ആണ്. അതുപോലെ തന്നെ രണ്ട് പേരുടെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് തന്നെയായിരിക്കും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എ ഡാഷിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ബി ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്കിപ്പം എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് വിളിക്കാൻ പറ്റും. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് ന്യൂ ഓഫ് എ മൈനസ് എ ഡാഷ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ സിമിലർലി ഇതേപോലെ തന്നെ ഞാനിപ്പം എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എടുത്തിട്ട് ഇതേ പ്രൊസീജിയർ കൂടി ഞാൻ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. ഇതേ പ്രൊസീജിയർ ഞാൻ ചെയ്ത് കഴിയുമ്പം എനിക്ക് അവസാനം കിട്ടുന്നത് ഈ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ ഡാഷ് മൈനസ് എ എന്നുള്ള സെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇതേ പ്രൊസീജിയർ ഞാൻ ഇവിടെയും ചെല്ലുമ്പം ഇതും എനിക്കൊരു നൾ സെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇതും എനിക്കൊരു നൾ സെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം എ മൈനസ് എ ഡാഷ് എന്ന് പറയുന്നത് നൾ സെറ്റാണ്, എ ഡാഷ് മൈനസ് എ എന്ന് പറയുന്നതും നൾ സെറ്റാണ്. സോ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നതും നൾ സെറ്റാണ്. അതായത് ദാറ്റ് ഈസ് എ മൈനസ് എ ഡാഷ് യൂണിയൻ എ ഡാഷ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റാണ്. അപ്പോൾ നമുക്കറിയാം എ മൈനസ് എ ഡാഷ് യൂണിയൻ എ ഡാഷ് മൈനസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് തിയറിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. അത് എ ഡെൽറ്റ എ ഡാഷ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എ ഡെൽറ്റ എ ഡാഷ് എന്ന് പറയുന്നത് ഒരു നൾ സെറ്റായിട്ടാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കേ, അതായത് എയും എ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നൾ സെറ്റാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് ഇതാണിപ്പോൾ എൻ്റെ എയും ഇതാണിപ്പോൾ എൻ്റെ എ ഡാഷ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എയും എ ഡാഷും തമ്മിലുള്ള ഡിഫറൻസ് ഒരു നൾ സെറ്റാണെന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ഞാൻ എ ഡാഷിനെ മൈനസ് ചെയ്താൽ എനിക്കൊരു നൾ സെറ്റ് കിട്ടണം. സോ എയിൽ നിന്ന് ഞാൻ എ ഡാഷിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും പോർഷനാണ്, അതൊരു നൾ സെറ്റാണ് എന്ന് ഓൾറെഡി നമുക്ക് അത് ഒരു നൾ സെറ്റാണ്. അതേപോലെ തന്നെ എ ഡാഷ് മൈനസ് എ ഡാഷിൽ നിന്ന് എയെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഒരു നൾ സെറ്റാണ്. സോ നൾ സെറ്റിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എനിക്കൊരു നൾ സെറ്റ് തന്നെയാണ്. അതായത് നമുക്കിവിടെ എ ഡെൽറ്റ എ ഡാഷ് എന്ന് പറയുന്നത് ഒരു നൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഇംപ്ലൈസ് ഈ എ മൈനസ് എ ഡാഷ് എന്ന് പറയുന്നതും എ ഡാഷ് മൈനസ് എ എന്ന് പറയുന്നതും രണ്ടും നൾ സെറ്റുകളാണ്. അതായത് എയ്ക്കും എ ഡാഷും തമ്മിൽ ഡിഫറൻസ് ഉള്ളത് ഒരു നൾ സെറ്റിലാണ്. എയിൽ നിന്ന് എ ഡാഷ് മൈനസ് ചെയ്താലും നമുക്കൊരു നൾ സെറ്റ് ആയിരിക്കും കിട്ടുന്നത്, എ ഡാഷിൽ നിന്ന് എ മൈനസ് ചെയ്താലും നമുക്കൊരു നൾ സെറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ സിമിലർ കേസ് തന്നെയാണ് ഇവിടെ ബി ഡെൽറ്റ ബി ഡാഷിൽ നമ്മൾ ചെയ്യുന്നത്. സോ അടുത്ത് നമ്മളൊരു ഡെഫിനിഷനാണ് പറയുന്നത്. അതായത് സപ്പോസ് നമുക്ക് എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ രണ്ട് മെഷേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, രണ്ട് സൈൻഡ് മെഷേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ന്യൂ 1 എന്നും ന്യൂ 2 എന്നും പറയുന്ന രണ്ട് സൈൻഡ് മെഷേഴ്സ് എടുക്കുന്നു. ഇനി ഈ രണ്ട് സൈൻഡ് മെഷേഴ്സിനെയും മ്യൂച്വലി സിംഗുലർ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് μ1 പെർപെൻഡിക്കുലർ ടു μ2 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതായത് μ1 ആൻഡ് μ2 ആർ മ്യൂച്വലി സിംഗുലർ എന്ന് പറയണമെങ്കിൽ, അതായത് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റുകൾ എക്സിനകത്തുണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി ആയിരിക്കണം. അതേപോലെ തന്നെ μ1 ഓഫ് എ എന്ന് പറയുന്നതും μ2 ഓഫ് ബി എന്ന് പറയുന്നതും വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസ് നമുക്ക് തന്നിട്ടുണ്ട്. μ1 എന്നും μ2 എന്നും പറയുന്നത് ഈ മെഷറബിൾ സ്പേസിലുള്ള രണ്ട് മെഷേഴ്സാണ്, രണ്ട് സൈൻഡ് മെഷേഴ്സാണ്. ഈ രണ്ട് സൈൻഡ് മെഷേഴ്സിനെ നമ്മൾ മ്യൂച്വലി സിംഗുലർ എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ സെറ്റിൻ്റെ അകത്ത് എ എന്നും ബി എന്നും പറയുന്ന മെഷറബിൾ ആയിട്ടുള്ള രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് അതിൻ്റെ യൂണിയൻ എടുത്താലും നമുക്ക് എക്സ് കിട്ടണം. അതുപോലെ μ1 ഓഫ് എ, അതായത് ഈ ഫസ്റ്റ് സൈൻഡ് മെഷറിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, സെക്കൻഡ് സൈൻഡ് മെഷറിൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ μ1 ഉം μ2 മ്യൂച്വലി സിംഗുലർ ആണെന്ന് പറയാം. ഇതാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേഷൻ. അടുത്തത് ജസ്റ്റ് ഒരു നോട്ടായിട്ടാണ് പറയുന്നത്. സോ കൺസിഡർ, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പോസിറ്റീവ്
സെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ എ ഒരു പോസിറ്റീവ് സെറ്റാണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ എന്ന് പറയുന്ന സൈൻഡ് മെഷറിൽ ഞാനിപ്പം എയുടെ എല്ലാ സബ്സെറ്റിൻ്റെ മെഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ന്യൂ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന മൊത്തം സെറ്റിലുമായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിനകത്തെ ഒരു സബ്സെറ്റാണ് എയ്ക്കകത്തെ എല്ലാ സബ്സെറ്റിനകത്തും മെഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ന്യൂവിനെ എനിക്ക് ഈ പറയുന്ന എയിലേക്കൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം നമുക്ക് ഇവിടെ എന്തായിരിക്കും കിട്ടുന്നത്? ഈ എയ്ക്കകത്ത് എയുടെ ഓരോ സബ്സെറ്റിൻ്റെയും വാല്യൂസ് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ന്യൂവിനെ ഈ എയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം നമുക്കതിനെ ഒരു മെഷർ എന്ന് പറയാൻ പറ്റും. സൈൻഡ് മെഷർ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം നെഗറ്റീവ് വാല്യൂസിലേക്ക് പോകുന്നില്ല. ഓക്കെ, എല്ലാം ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്ക് തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ അതിനെ ഒരു മെഷർ എന്ന് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സപ്പോസ് എക്സിനകത്തെ മറ്റൊരു സെറ്റാണ് ബി എന്ന് വിചാരിക്കുക. അപ്പോൾ ബി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെറ്റാണെന്ന് വിചാരിക്കുക. സോ നെഗറ്റീവ് സെറ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ബിക്കകത്തെ സബ്സെറ്റുകളുടെ ഒക്കെ തന്നെ മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ എക്സിൽ നോക്കുമ്പോഴാണ് അത് സൈൻഡ് മെഷറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബിയിലേക്ക് ഞാൻ ഈ ന്യൂവിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എല്ലാ വാല്യൂസും തന്നെ നെഗറ്റീവോ അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂവിന് പകരം ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫംഗ്ഷനെ മൈനസ് ന്യൂ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതായത് മൈനസ് ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസിൻ്റെ മുഴുവനും തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു 0യിലേക്കായിരിക്കും പോയിട്ട് മാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ മൈനസ് ന്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ ബിക്കകത്തെ മെഷറിനെ മുഴുവൻ അത് എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോയി മാപ്പ് ചെയ്യുന്നത്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കായിരിക്കും അത് മാപ്പ് ചെയ്യുന്നത്. അപ്പം ന്യൂ എന്ന് പറയുന്നത് എക്സിൽ ഒരു സൈൻഡ് മെഷർ ആണെങ്കിലും അതിൻ്റെ അകത്തെ ഒരു നെഗറ്റീവ് സെറ്റിലേക്ക് ഞാൻ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പം ഞാനിതിനെ മൈനസ് ന്യൂ എന്ന് വിളിച്ചാൽ ആ മൈനസ് ന്യൂ എന്ന് പറയുന്നത് ഒരു സാധാരണ മെഷറാണ്, കാരണം അത് 0 ഇൻഫിനിറ്റിയിലേക്കാണ് അത് മാപ്പ് ചെയ്യുന്നത്. അടുത്ത നമ്മളൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷനായിട്ടാണ് പറയുന്നത്. അതായത് സപ്പോസ് എക്സ് എം എന്ന് പറയുന്ന ഒരു മെഷറബിൾ സ്പേസിനെ കൺസിഡർ ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന ഒരു സൈൻഡ് മെഷറിനെ നിങ്ങളവിടെ എടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് മ്യൂച്വലി സിംഗുലർ മെഷേഴ്സ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ സപ്പോസ് ഇപ്പം രണ്ട് മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഞാനിപ്പം ന്യൂ പ്ലസ് എന്നും ന്യൂ മൈനസ് എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ന്യൂ എന്ന് പറയുന്ന സൈൻഡ് മെഷറാണ് എക്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് മ്യൂച്വലി സിംഗുലർ ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്, ന്യൂ പ്ലസും ന്യൂ മൈനസും. അതേപോലെ തന്നെ ഈ ന്യൂവിനെ എനിക്ക് ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്നെനിക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് ചെയ്യുമ്പം എനിക്ക് ന്യൂ എന്ന് പറയുന്ന മെഷർ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ജോർദാൻ ഡീകമ്പോസിഷൻ ഓഫ് ന്യൂ എന്ന് വിളിക്കും. ജോർദാൻ ഡീകമ്പോസിഷൻ ഓഫ് ന്യൂ. സോ അടുത്ത ലെമ്മ നമുക്ക് പറയുന്നത് സപ്പോസ് എക്സ് എന്ന് പറയുന്നൊരു മെഷറബിൾ സ്പേസിനെ കൺസിഡർ ചെയ്യുക. അവിടെ ന്യൂ എന്ന് പറയുന്നൊരു സൈൻഡ് മെഷറിനെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനകത്ത് പോസിറ്റീവ് സെറ്റുകളുടെ കൗണ്ടബിൾ കളക്ഷൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നതും ഒരു പോസിറ്റീവ് സെറ്റായിരിക്കും എന്നാണ് ലെമ്മ പറയുന്നത്. സോ നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് പോസിറ്റീവ് സെറ്റ്സിനെ എടുക്കുന്നു. അതിനെ ഞാനിപ്പോൾ എ കെ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അതായത് വേർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി. ഈ ഇത്രയും സെറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് സെറ്റ്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് യൂണിയൻ ഓഫ് കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്യുന്നു ഇതെല്ലാം തന്നെ ഒരു മെഷറബിൾ സെറ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ യൂണിയനെ ഞാനിപ്പം എ ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്. ഇപ്പോൾ എല്ലാ എ കെകളും പോസിറ്റീവ് സെറ്റുകളാണ്. ഇതെല്ലാം മെഷറബിൾ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അതുപോലെ അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതും മെഷറബിൾ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഈ എ എന്ന് പറയുന്നതാണ് നമുക്ക് പോസിറ്റീവ് എന്ന് കാണിക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇ എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റായിട്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, അതായത് ഇതിൻ്റെ മൊത്തത്തിൻ്റെയും യൂണിയനകത്തെ ഒരു സബ്സെറ്റായിട്ടാണ് ഞാനിപ്പോൾ ഇ എന്ന് പറയുന്ന ആളെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇയും എയും അതേപോലെ എല്ലാ എ കെകളും എല്ലാം തന്നെ ഒരു മെഷറബിൾ സെറ്റായിട്ടാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ സിഗ്മ അൾജിബ്രയ്ക്കകത്തുള്ള എലമെൻറ്റ്സാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ സപ്പോസ് ഇതാണ് എൻ്റെ A1, A2, A3, A4 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തായിട്ടൊക്കെ കിടക്കുന്ന ഒരു സെറ്റാണ് ഞാനിപ്പം ഇ എന്ന് ഡിനോട്ട് ചെയ്തത്. ഇതാണിപ്പോൾ സപ്പോസ് എൻ്റെ ഇ എന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ ഞാനൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാണ്. അതായത് ലെറ്റ് E1 ഈക്വൽ ടു ഈ ഇൻ്റർസെക്ഷൻ
A1. ഓക്കെ, അതായത് ഇത്രയുമാണ് എൻ്റെ A1. അതേ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്തുവരുമായിരിക്കും? ഇത്രയും എലമെൻറ്റ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്, E1-നകത്തും A-ക്കകത്തും ഉള്ളത്. ഇനി അടുത്തിട്ട് E2 ഞാൻ ഡിഫൈൻ ചെയ്തത് ഈ ഇൻ്റർസെക്ഷൻ A2 മൈനസ് A1 ഇങ്ങനെയായിട്ട് ഡിഫൈൻ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ A2 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ A2. അതേ ഇൻ്റർസെക്ഷൻ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സും കൂടി ഇതിനകത്ത് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മൈനസ് A1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട് A1-നകത്ത് എലമെൻറ്റ്സിന്. സോ അതിനെ നമ്മളങ്ങ് മൈനസ് ചെയ്ത് വിടണം. ഓക്കെ, ഇത്രയും ആൾക്കാരെ നമ്മളങ്ങ് മാറ്റി. അപ്പോൾ മിച്ചം എത്ര പേരായിരിക്കും ഉണ്ടായിരിക്കുക? ഇത്രയും പോർഷനായിരിക്കും നമ്മളുടെ E2 എന്ന് പറയുന്നതാണ്. ഈ ഇൻ്റർസെക്ഷൻ A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനായിട്ടായിരിക്കും വരുന്നത്. അതേപോലെ തന്നെ E3 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഇൻ്റർസെക്ഷൻ A3 മൈനസ് A1 യൂണിയൻ A2. അതായത് E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ A3, അതായത് A3-ക്കകത്ത് ഇത്രയും എലമെൻറ്റ്സ് വരും. പക്ഷേ ഇവരെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഇത്രയും പോർഷനെ നമ്മളങ്ങ് മാറ്റി വിടുകയാണ്. അതായത് A1 യൂണിയൻ A2-നകത്ത് ആരെങ്കിലും ഇതിനകത്ത് വരുന്നുണ്ടല്ലോ അവരെ നമ്മളങ്ങ് മാറ്റി വിട്ടു. മിച്ചം ആര് മാത്രമായിരിക്കും വരുന്നത്? ഇത്രയും പോർഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, E1-ഉം E2-ഉം E3-യും എല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ ഓരോ EKകളും മെഷറബിൾ ആണെന്നുള്ളത് മനസ്സിലായി. ഇനി നോക്കുകയാണെങ്കിൽ E1 എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ A1 ആണ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 എന്ന് പറഞ്ഞാൽ A1-ൻ്റെ ഒരു സബ്സെറ്റാണെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ E2 എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെക്ഷൻ A2, അതായത് ബേസിക്കലി E2 എന്ന് പറഞ്ഞാൽ A2-ൻ്റെ അകത്ത് കിടക്കുന്ന എലമെൻ്റാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് A2-ൻ്റെ ഒരു സബ്സെറ്റാണ്. അതേപോലെ E3 എന്ന് പറഞ്ഞാൽ A3-യുടെ സബ്സെറ്റാണ്. ഈ A1-ഉം A2, A3-യും എല്ലാം തന്നെ പോസിറ്റീവ്സ് ആണെന്ന് നമുക്ക് പോസിറ്റീവ് സെറ്റുകളാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ സബ്സെറ്റുകളെന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഇവരുടെയൊക്കെ മെഷർ എന്ന് പറയുന്നതും പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പം EKകളെല്ലാം തന്നെ മെഷറബിളാണ്. അതുപോലെ തന്നെ ന്യൂ ഓഫ് EK എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എന്തുകൊണ്ട്? ഈ EKകളെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്സെറ്റുകളായിട്ടുള്ളവരെല്ലാവരും തന്നെ മെഷർ പോസിറ്റീവായിരിക്കും. ഇനി നമുക്കറിയാം EK എന്ന് പറഞ്ഞാൽ, അതായത് വെൻ K ഈക്വൽ ടു 1 to infinity, ഇതെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആണെന്ന് നമുക്ക് അറിയാം. സോ വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആരെയായിരിക്കും കിട്ടുന്നത്? EA ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് E ഈക്വൽ ടു യൂണിയൻ ഓഫ് K ഈക്വൽ ടു 1 to infinity EK ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ഡിസ്ജോയിൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മെഷർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂ ഓഫ് E എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ട് ദാറ്റ് ഈസ് ന്യൂ ഓഫ് യൂണിയൻ K ഈക്വൽ ടു 1 to infinity EK നമുക്ക് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ K ഈക്വൽ ടു 1 to infinity ന്യൂ ഓഫ് EK എന്ന് എഴുതാനായിട്ട് പറ്റും. ഈ എല്ലാ ന്യൂ ഓഫ് EKകളും പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ E എന്ന് പറയുന്നതിൻ്റെ മെഷർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് കിട്ടി. പക്ഷേ E എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു റാൻഡം സബ്സെറ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ Aയുടെ ഏതൊരു റാൻഡം സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മെഷർ എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? A എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെറ്റാണെന്നാണ് മീനിങ്.